എന്തെല്ലാം രാഷ്ട്രീയമായ മൂല്യച്യുതികളുണ്ട്, എല്ലാ മൂല്യച്യുതികളുടെയും ഒരു കൂടാരമായി മാർക്സിസ്റ്റ് പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനെതിരായിട്ടുള്ള ജനവികാരത്തിൻ്റെ ഒരു പ്രതീക, ആ വികാരത്തിൻ്റെ മുന്നിൽ നിൽക്കുക എന്നുള്ളതാണ് രമ ചെയ്തിട്ടുള്ളത്. രമ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതും അതാണ്. അപ്പോൾ അത് ഈ ജനവികാരത്തിൻ്റെ ഒരു 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 പ്രത്യക്ഷ പ്രതീകം എന്നുള്ള നിലക്കാണ് നമ്മൾ കെ രമയെ കാണുന്നത്. അതൊരു വികാരമാണ്. ആ വികാരത്തിൻ്റെ പിന്നിൽ വടകരയിലെ ജനങ്ങൾ മുഴുവനുമുണ്ട് എന്നതാണ് എൻ്റെ വിശ്വാസം. അത് രാഷ്ട്രീയാതീതമായ ഒരു പ്രീതി ഇവർ നേടിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ കൊല്ലവും ഈ തവണയും അവർ അനായാസമായ വിജയം കൈവരിക്കും എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ഒരു MLA എന്ന നിലയ്ക്ക് രമയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഒരു MLA എന്നൊക്കെ മികച്ച പ്രവർത്തനങ്ങളാണ് അവർ കാഴ്ചവെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് വടകരയിലെ തീരപ്രദേശങ്ങൾ, കടലോര, ഇപ്പോൾ വടകര മണ്ഡലം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അഴിത്തല മുതൽ അഴിയൂർ വരെ നീണ്ടുകിടക്കുന്ന വിശാലമായ ഒരു കടൽ തീരപ്രദേശം, ജനസംഖ്യയുടെ 1/3 ഭാഗം താമസിക്കുന്നത് ആ പ്രദേശത്താണ്. അവിടെ കടലോര നിവാസികളാണ് അധികമുള്ളത്. ആ കടലോര നിവാസികൾക്ക് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് കടലാക്രമണമായിരുന്നു. കടലിൽ ചെറിയൊരു വേലിയേറ്റുണ്ടാകുമ്പോൾ തന്നെ തങ്ങളുടെ കുടിലുകളിലേക്ക് തിരമാലകൾ ഇരച്ചു കയറുകയും തങ്ങളുടെ വീടും കുടിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് വീടൊഴിഞ്ഞു പോകുന്ന സ്ഥിതി ആ ഭാഗത്ത് ഒരു തീരാശാപമായിരുന്നു. അങ്ങനെ എത്രയോ ആളുകൾക്ക് ഓരോ കാലവർഷത്തിലും എത്രയോ ആളുകൾക്ക് വീട് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിരം പ്രതിഭാസം നമ്മളവിടെ കാണുകയാണ്. നമ്മൾ ഈ കാലം അത്രയേ ഉള്ളൂ ജനപ്രതിനിധികളുടെ മുമ്പാകെ അവിടെ ഒരു കടൽ ഭിത്തി കെട്ടിത്തരുന്ന എന്ന അപേക്ഷയുമായിട്ട് എത്രയോ കാലമായി അവിടുത്തെ ജനങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതിനൊന്നും ഒരു വഴി ഉണ്ടായില്ല. കെ രമ വന്നപ്പോൾ അവിടെ കടൽ ഭിത്തി ഉണ്ടായി. ഏതാണ്ട് മുഴുവനായി എന്ന് പറയുന്നില്ല, ഈ അഴിത്തല മുതൽ ഏതാണ്ട് കുരിയാടി കടപ്പുറ വരെയുള്ള പ്രദേശത്ത് വലിയ കടലാക്രമണം ഉണ്ടാകുന്ന, രൂക്ഷമായ കടലാക്രമണം ഉണ്ടാകുന്ന ആ പ്രദേശത്ത് ഇന്ന് നല്ല ഒന്നാം തരം കടൽ ഭിത്തി വന്നിരിക്കുകയാണ്. അവിടുത്തെ ജനജീവിതം സുസ്ഥിരമായിരിക്കുകയാണ്. അപ്പോൾ അവർ ആ പ്രദേശത്തിൻ്റെ പ്രിയങ്കരിയായിരിക്കുന്നു കെ രമ. അവിടെ കെ രമ വലിയ പ്രതിയോഗം വിളിച്ച് കൂട്ടേണ്ട ആവശ്യമില്ല, കെ രമ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് പുഞ്ചിരിച്ചാൽ മതി, വോട്ടുകൾ താനെ വീഴും.